ഞങ്ങളും കൃഷിയിലേക്ക് രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി കൃഷിവകുപ്പിൻ്റെയും മാങ്ങാട്ടം പഞ്ചായത്ത് കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ വേനൽക്കാല പച്ചക്കറി തൈ നടീലിന് കൈതേരി കാരക്കണ്ടി വയലിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജൈവ കാർഷിക മിഷൻ, പോഷക സമൃദ്ധി മിഷൻ, കൃഷി സമൃദ്ധി എന്നീ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് വേനൽക്കാലം പച്ചക്കറി തൈ നടീലിന് തുടക്കമായിരിക്കുന്നത്. ഞാൻ സന്തോഷമായി തിരികെ ഇത് പറയുമ്പോൾ ഞാൻ അധ്യാപകനായിരിക്കുന്ന സമയത്ത് ഞാനൊന്നും തുടങ്ങിയ പരിപാടിയുണ്ട്. ഞങ്ങളും പാടത്തേക്ക് നട്ടു. എൻ്റെ സ്കൂളിൽ ഞാൻ തുടങ്ങി ഞങ്ങളും പാടത്തേക്ക് എല്ലാ കുട്ടികളെയും കൂട്ടി നെല്ല് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പഠിപ്പിച്ചു. അങ്ങനെ ആ ഒരു പരിപാടി ഞാനൊരു പരിപാടി നടത്തിയത് അന്തരകണ്ടി. അതുപോലെ കേരള ഗവൺമെൻറ് ഈ വർഷമാണ് ഈ ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള മറന്നുപോയത് കൃഷിയിലേക്ക് എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് പരിപാടികൾ ആവിഷ്കരിച്ചത്. അപ്പോൾ നല്ല സ്വീകാര്യതയാണ് നാട്ടിലെമ്പാടും നമ്മുടെ കൃഷിക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മികവോടുകൂടി അത് മന്ത്രി പ്രസംഗിക്കുന്ന പിറ്റേ ദിവസമാണ് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ആ നിലയിൽ വളരെ സ്വീകാര്യതയാണ് നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് നമ്മുടെ സന്നദ്ധരായിട്ടുള്ള കൃഷിക്കാരാണ്, മറ്റൊന്ന് അത് നടപ്പിലാക്കാൻ താല്പര്യമുള്ള നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ഈ രണ്ടും ചേർന്നതാണ് ഈ ഒരു വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി തീർന്നിട്ടുള്ളത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ഷീന അധ്യക്ഷയായി. കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചെങ്ങാട്ട് പദ്ധതി വിശദീകരണം നടത്തി. കൂത്തുപറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീന വിനോദ്, വാർഡ് അംഗങ്ങളായ C. പ്രീത, K. അശോകൻ, കൃഷി ഓഫീസർ R. അനു, കൃഷി അസിസ്റ്റന്റുമാരായ K. വിജേഷ്, R. സന്തോഷ് കുമാർ, ഓർഗാനിക് സെൽ ടെക്നോളജി മാനേജർ അനുഷ്യ തുടങ്ങിയവർ സംബന്ധിച്ചു. പുതുശ്ശേരി ഗംഗാധരൻ, പറമ്പൻ മുകുന്ദൻ, മനോജ് കുന്നുമ്മൽ, കുന്നുംപുറം രാജൻ എന്നിവർ പച്ചക്കറി നടീലിന് നേതൃത്വം നൽകി. വിഷരഹിത പച്ചക്കറികൾ വിളയിച്ച് മാങ്ങാട്ടം പഞ്ചായത്ത് കാർഷിക സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പച്ചക്കറി കൃഷിക്ക് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.